ജനങ്ങളെല്ലാവരും പറഞ്ഞ ഐക്യം വേണമെന്നല്ലേ? ഏറ്റവും വലിയ ഐക്യത്തിൻ്റെ ആളായിരിക്കും ദജ്ജാലിരിക്കും. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നം ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നവും ഫലസ്തീൻ പ്രശ്നം മാത്രം പറയല്ല ഞാൻ. സപ്പോസ് ഒരു ഫലസ്തീൻ പ്രശ്നമുള്ള ഈ സമയത്ത് ദജ്ജാൽ വരികയാണെങ്കിൽ ദജ്ജാൽ ആദ്യം ചെയ്യാൻ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയാ, എന്തായാലും മുമ്പിൽ പറഞ്ഞത് നിങ്ങൾ നോക്കി, എന്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നല്ലേ പറഞ്ഞ്? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ധീരൻ തന്നെയാണ്. ധീരൻ തന്നെയാണ്. ഞാൻ അവരെ കുറിച്ച് നല്ല മാത്രം പറയുന്ന ആളാണ്. അത് ധീരൻ തന്നെയാണ്. അത് കഴിവാണ്. എന്റെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഈ അലി കംനായി എന്ത് പറഞ്ഞാൽ മതി, നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് ഒപ്പിച്ചു നിൽക്കും. ഓക്കെ, പ്രശ്നം തീർന്നു. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒന്നും തീരുമാനിക്കേണ്ട, മനസ്സിന്റെ അടിമത്തം കൊടുത്താൽ മതി. 6 മാസം 1 കൊല്ലം അടക്കുമ്പോൾ റംബോ മറ്റോ ഒന്ന് വിളിക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാവിലെ അവിടുത്തെ തലവൊന്നും വലിയതാണ്. അവിടുത്തെ മുടിക്കുണ്ട് തറജുലുൻ, ഒരു ഒതുക്കുണ്ട്. അങ്ങനെ ഒതുങ്ങിക്കിടക്കും. അങ്ങനെ കിടക്കും. മുടി ഇങ്ങനെ ഒതുങ്ങിക്കിടക്കും. മുള്ളന്റെ മുള്ളു പോലെയല്ല, ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കിടക്കും. ദൃഷ്ടി വളരെ താഴ്ത്തിയ ആളാണ് ഹബീബ റസൂലുള്ളാഹ്. ദൃഷ്ടി താഴ്ത്തി നടക്കൂ. സാക്കിത്തുൻ, എപ്പോഴും മിണ്ടാതെ നടക്കും. മിണ്ടൂല. മിക്കവാറും റസൂലുള്ളാഹ് മിണ്ടാതിരിക്കണ നേരം, മിണ്ടണ നേരല്ല. എത്തക്കല്ല മുഖാരിൽ വർത്താനം പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വാക്ക്. യക്ഷറു, അതേസമയത്ത് പഠിച്ചാനെ പേടിക്കുകയും ചെയ്യും. അള്ളാനെ പേടിക്കുന്ന, ദൃഷ്ടി താഴ്ത്തി നടക്കുന്ന, സംസാരം കുറക്കുന്ന നേതാവാണ് ആര്? മുസ്തഫ. കണ്ടവരൊക്കെ നന്നാവും. കണ്ടാൽ മതി, കേട്ടാ എന്നാവില്ല. കണ്ടെന്നാണ്. അവിടുത്തെ ദുഃഖങ്ങളെല്ലാം മൗസൂലത്തുൻ ചേർക്കപ്പെട്ടതാണ് ബിത്തഫക്കുരിൻ, അവിടുത്തെ ചിന്തയോട്. നമ്മുടെ ദുഃഖം ദാരിദ്ര്യത്തോട് ചേർക്കപ്പെട്ടതാ. നബിയുടെ ദുഃഖം അവിടുത്തെ ചിന്തയോട് ചേർക്കപ്പെട്ടതാ. എൻ്റെ ഉമ്മത്ത് എന്താവും ചിന്ത? ലോകാവസാനം വരുമ്പോൾ എൻ്റെ സമുദായം എങ്ങനെയായി മാറും? അന്നേ അതാണ്. ഇന്ന് ജയിക്കുകയാണ്, നാളെ എൻ്റെ കുട്ടികൾ തോറ്റു. അന്ന് ഞാൻ ഉണ്ടാവില്ലല്ലോ. അതാണ് ചിന്ത. അതാണ് ദുഃഖം. അന്നേ ദുഃഖമാണ് നമ്മൾ ഓർത്തിട്ട്. അവിടുത്തെ ദുഃഖങ്ങൾ മൗസൂലത്തിന്. അല്ലാതെ എന്തിനാ വീട്ടിൽ പട്ടിനായതിനെ നബിക്ക് ദുഃഖമല്ല. ഫാത്തിമ ബിക്ക് സെർവൻ്റ് ഇല്ലാത്ത റസൂലുള്ളാഹിക്ക് ദുഃഖമല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. അലി ബിൻ അബി താലിബിന് 10 വയസ്സല്ലാതെ നടക്കുന്നത് റസൂലുള്ളാഹിക്ക് ദുഃഖമല്ല. വീട്ടിൽ നോക്കിയാൽ മേൽക്കൂര പൂർണ്ണമല്ല, മഴ പെയ്ത് അങ്ങോട്ട് വീഴും. പിന്നെ എണീറ്റാൽ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് നബി ആദ്യം തന്നെ ഇരിക്കുക. അപ്പൊ വീടിന്റെ ഒരു ഭാഗത്ത് എന്തില്ല? മേൽക്കൂരല്ല. അത് റസൂലുള്ളാഹിക്ക് ദുഃഖമല്ല. മണ്ണ് ഉരുളൊത്തിട്ടുണ്ടാക്കിയ വീടാണ്, അത് നബിക്ക് ദുഃഖമല്ല. നാളെ ഭക്ഷണം വെക്കാൻ വീട്ടിലൊന്നുമില്ല, അത് നബിക്ക് ദുഃഖമല്ല. അപ്പോൾ അഹ്സാനോ നബിയുടെ ദുഃഖങ്ങളോ മൗസൂലത്തിനോ അത് ചേർക്കപ്പെട്ടതാണ് ബിത്തഫക്കുരിൻ, അവിടുത്തെ ചിന്തയോട്. റസൂൽ എപ്പോഴും ചിന്തിക്കും, നാളെ എന്താ വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിക്ക് മരിക്കണ ഒരു ദുഃഖം. ഈ ദുഃഖത്തിന്റെ 99% പിൽക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഓർത്ത. കാരണം ഇവിടെ നടക്കാൻ പോകുന്ന ലോകാവസാനം വരെ നടക്കാവുന്ന എല്ലാ കാര്യവും ആർക്കറിയാലോ? റസൂലുള്ളാഹിക്കറിയാലോ. എൻ്റെ സമുദായം മറ്റുള്ളവരാൽ എന്നെ ഇകഴ്ത്തപ്പെടുന്നത്. ഇപ്പം എന്താ അവസ്ഥ? ആളില്ലല്ലോ. ഒരാളുണ്ടോ? ഒരാളുള്ളത്. ഒരിറ്റ സമുദായത്തെ രണ്ടാക്കിയിട്ട് തല്ലിക്കല്ലേ. ആരാ തല്ലിക്കണത്? ശത്രു. അത് മനസ്സിലാക്കാൻ പോലും കഴിയണില്ല. ആരായാലെന്താ? അവർ ഷിയാക്കള ആയിക്കോട്ടെ, മുസ്ലിങ്ങളല്ലേ. മനസ്സിലായില്ല. ഒരു വിശ്വാസം നന്നാകാൻ വേണ്ടി ഒരു സുന്നി രാജാവ് തല്ലല്ലോ. ഒരു തല്ലണത് ആരാ? ഇസ്ലാമിന്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു. അവൻ്റെ ലക്ഷ്യം എന്താ? ഇസ്ലാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറാൻ തകർന്ന വെറുതെ ഇല്ല. അവന് ഒന്നുകൂടി സന്തോഷവും. മറ്റൊരൊന്ന് ഒതുങ്ങണം. അവർക്ക് ആവശ്യം ഒതുങ്ങലാണ്. ഫിറഔന് ആവശ്യത്തിനുണ്ടായിരുന്നുള്ള ഒതുങ്ങി കൊടുക്കുക. അങ്ങനെ റബ്ബുക്കുമുൽ ആല. മൂസാക്കൊരു പടച്ചോണ്ടായിക്കോട്ടെ, പക്ഷെ ഏറ്റവും വലിയ സുപ്പീരിയർ ഗോഡ് ഞാനായിരിക്കണം. എൻ്റെ ലിസ്റ്റിലുള്ള പടച്ചോൻ മൂസാക്ക് ഉണ്ടായ എനിക്ക് വിരോധമല്ല. മൂസ ഒരു പടച്ചോൻ ഒറ്റക്കാണ് ആരാധിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലിസ്റ്റ് തരണം. ആരൊക്കെ ആരാധിക്കും, ആരൊക്കെ ആരാധിക്കാൻ പാടില്ല ഞാൻ തീരുമാനിക്കും.
മൂസ മന്നീമൽ വന്നിട്ട് ഇന്ത്യ കൊട്ടാരത്തിൽ വന്നത് എന്ത് പറഞ്ഞാൽ മതി? പിന്നെ ഞാനൊരു പടച്ചോനെ ആരാധിക്കുന്നുണ്ട്, ഒറ്റക്കാണ്, ആ ലിസ്റ്റിലൊന്നും ചേർത്താള്. അപ്പൊ പറയുന്നത് എന്ത് പറയും? സന്തോഷത്തോടു കൂടി പറയും. ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടത് സംഗതി. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ടാണോ നാടോട്ടെങ്കിലും ഓനിപ്പോ ഒരു പടച്ചോനെ കിട്ടിയോ ഒറ്റക്ക് വന്നിക്കണം, എന്നാലും എന്നോട് വന്ന് പറഞ്ഞു അൽഹംദുലില്ലാ. അങ്ങനെയല്ലേ ഇപ്പൊ നാട്ടിലൊരു മുതലാളി, ഇജിപ്പം മുതലാളി ആയാലും നമ്മൾ നാട്ടിലാണ് പറയുന്നത്, ഇജിപ്പം ഗൾഫ് പോയി വലിയൊരു മുതലാളി ആയാലും ഇജ് വീട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി വെച്ചുമ്പോ തന്നെ പെട്ടി വരെ പൊളിക്കാതെ മുതലാളിന്റെ പേരിൽ പോയി ആ മുതലാളിന്റെ 10 ഇരട്ടി വലിയ മുതലാളി ആയാലും ഞാൻ മുതലാളിന്റെ നാട്ടിലെ സ്ഥിരമുള്ള മുതലാളിന്റെ വീട്ടിൽ പോയിട്ട് ആജിർക്കാക്ക അസ്സലാമു അലൈക്കും, ആ ജിപ്പ് എപ്പോഴും വന്നു വെച്ച് വരുന്നു വാപ്പ പറഞ്ഞു പള്ളിക്ക് വന്നിട്ട് ഞാൻ ഇപ്പം വന്നിട്ടുള്ളൂ അജിർക്കാക്ക, ഞാനിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുള്ളൂ, പെട്ടി അവിടെ പെരിക്ക് വെച്ചിട്ടുള്ളൂ, ഒരു ചായ വരെ കുടിച്ചിട്ടില്ല, ഒരു കാൽ ചായ ഇവിടുന്ന് കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വേഗം ആജിർക്കാക്ക വേഗം അകത്ത് കുടിച്ചു. ആ എടി നമ്മളെ അമ്മേന്റെ മാം വന്നിട്ടുണ്ട്, അവൻ വലിയ മുതലാളി ആയിക്കണം ഒക്കെ കേൾക്കണം, എന്നാലും അൽഹംദുലില്ലാ നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും നമ്മളൊപ്പം തന്നെയാണ്, ഒരു ചായയും കുടിച്ച് പോയാൽ മനസ്സിലായില്ലേ? ആ ഒരു പിത്തനെ അമ്മൊരാളിനെ കൊണ്ട് എന്നൊക്കെ ഉണ്ടാവില്ല. ഇതൊരു ഫിറഔൻ മനസ്സാ, അങ്ങനെ പൊക്കുമല്ല. നിങ്ങൾ ചിന്തിക്കും. അതേ സമയത്ത് 4 ദിവസം ഞാൻ ബൈക്കന്നെ പോയില്ല. എന്നിട്ട് എന്ത് ചെയ്ത് പള്ളിക്ക് വെള്ളിയാഴ്ച കൊടുത്താണ് പിന്നെ കയറുന്ന നേരത്തെ മറ്റേ നല്ല നോട്ടം നോക്കും. എന്തെങ്കിലും ഒരു വിത്തനം, എൻ്റെ മകളെ കെട്ടിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വിത്തനം ഉണ്ടാക്കിയിട്ട് അതിന് 2 ദിവസം മോലിയാരെ ചിറ്റിക്കെങ്കിലും ചെയ്യും. അങ്ങനെ കത്ത് കൊടുക്കണ്ട. ഓലൊക്കെ ഇവിടെ കുറച്ച് കുറേശ്ശായി നടക്കാം. പ്രസിഡന്റ് ഞാൻ തന്നെ. ഇത് ഫിറഔൻ ഒരു കാലത്തും ചാവില്ല. എല്ലാ നാട്ടിലും ഫിറഔൻ ഉണ്ടാവും, ഓരോ സമുദായത്തിലും ഫിറഔൻ ഉണ്ടാവും. അതാ നാട്ടിലെ ഫിറഔനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. അപ്പൊ ഹബീബാൻ മനസ്സിലാണ്ട് പറഞ്ഞു. നിങ്ങൾ മുസ്തഫ എന്ത് പറയാനപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു, എന്ത് പറയാനപ്പോൾ ഈ പറഞ്ഞ് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്. അതെ 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 അതെ. ഈ അമേരിക്കക്ക് ആവശ്യം അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിക്കണം. അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അള്ളാഹ് ആരാധിക്കണം, രാവും പകലും കുന്നൂത്തോതി നിസ്കരിച്ചാലോ ഒരു പ്രശ്നമല്ല. അമേരിക്ക പട്ടാളത്തെ നടത്തി കൊടുക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നു, ആയിക്കോട്ടെ. മനസ്സിലായി? അമേരിക്ക നിരീശ്വരവാദി ആണെങ്കിൽ പോലും അമേരിക്ക പടച്ചോനെ ആരാധിക്കണതിന് അമേരിക്കക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അനറബുക്കുമില്ല ആല സുപ്പീരിയർ ഗോഡ് ആരാണ്? അമേരിക്ക ആണ്. ഇത് അംഗീകരിക്കണം. ഈജിപ്തോടെ ആരാടാന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നമായി. അപ്പൊ ഇനി 2 വകുപ്പേ ഉള്ളൂ. ഒന്ന്, ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിൽ ഇല്ലാതെയാവുക. അപ്പോൾ ദജ്ജാലിന്റെ അവസ്ഥ. അപ്പൊ ദജ്ജാലിയത്തിന് ഇവിടെ എന്ത് വന്നു? ആ സുപ്പീരിയർ ഗോഡ് എന്ന അവസ്ഥയിലേക്ക് ആര് കയറി വന്നു? ദജ്ജാൽ. അപ്പൊ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അവർ പറഞ്ഞാൽ കേൾക്കും ചെയ്യും. എന്ത്? ഇനി ദജ്ജാൽ വന്നപ്പോൾ അമേരിക്ക നമ്മളെ പ്രധാനപ്പെട്ട ആളാണ്, അവിടെയൊക്കെ ഒരു സ്വീകരണം കൊടുത്താൽ അപ്പൊ ഈ മുസ്ലിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ദജ്ജാൽ വരുമ്പോഴത്തേന് അമേരിക്കൻ സ്റ്റേറ്റ്മെന്റ് വരും. എന്ത്? സ്വീകരണം കൊടുത്താൽ. അപ്പൊ എല്ലായിടത്തും മുസ്ലിമീങ്ങളാണ്, ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ പിൻപറ്റും. ആരെ? ദജ്ജാലിനെ. എന്തുകൊണ്ട് ദജ്ജാലിനെ പറ്റിയുണ്ടെന്നു? ഇവരെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ താല്പര്യക്കാരനാണ് ആര്? ദജ്ജാൽ. അപ്പോൾ തമ്മിൽ എന്ത് പറയും ചെയ്യും? നമ്മക്ക് വേണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞില്ലേ, ഒരു തോളിൽ സാലിട്ടാണ് വിട്ടളി, നമുക്ക് ഒരു മുണ്ട് തോൾ കൂടി ഇട്ട് കൊടുത്താൽ പോരെ? എന്ത്? ദജ്ജാൽ ഇങ്ങനെ എല്ലാ നാട്ടിൽ കൂടി വന്ന് മലപ്പുറത്ത് വന്ന് പൊന്നാനി വന്നു. അപ്പോഴൊക്കെ നമ്മളൊരു പൊന്നാട് അണിയിച്ച് സ്വീകരിച്ചു. ആരെ? ദജ്ജാലിനെ. ദജ്ജാൽ എന്താ വേണ്ട ഒക്കെ തരും ചെയ്യും. ദജ്ജാലിന്റെ ഒരു കയ്യിൽ അപ്പം ഉണ്ടാവും, ഒരു കയ്യിൽ വെള്ളം ഉണ്ടാവും. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു കമ്മിയല്ല, നിങ്ങൾ എന്ത് കമ്മിയോ പരിഹരിച്ചു തരും. നിങ്ങൾ മുസ്ലിം അല്ലാതാണെന്ന് ഒരു വാശി ഉണ്ടാവില്ല. ഓന്റെ മേൽക്കോയ്മ നിങ്ങൾ അംഗീകരിക്കണം. ആ പള്ളി മദ്രസക്ക് സഹായിക്കേ, ഒക്കെ സഹായിക്കും. അങ്ങനെയാണ് മാസം ഉറപ്പിക്കണ വരെ ദജ്ജാലിനോട് ചോദിക്കേണ്ടിരും. പിന്നെ ഞങ്ങൾ എങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ദജ്ജാൽ പറഞ്ഞു, അതിനിപ്പം എന്നോട് ചോദിക്കണ്ട, ഞങ്ങളെ കളിമാരൊക്കെ അവിടെ. അപ്പോൾ നമ്മൾ പറയും, ബഹുമാനപ്പെട്ട ദജ്ജാലുകൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഉസ്താദ് ഇന്നലെ മാസം ഉറപ്പിച്ചിട്ടുണ്ട്, നാളെ തന്നെയാണ് പിന്നെ ഈദുൽ അദ്ഹ. അല്ലാഹു അക്ബർ. നമ്മുടെ സമ്മേളനങ്ങളെ പ്രധാനപ്പെട്ട അതിഥിയായി ഇവനെ കൊണ്ടുവരിക. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല.
നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതാര് പറയും ചെയ്യും. ദജ്ജാൽ എന്താ പറയാ? ദജ്ജാൽ ഒരിക്കലും ഭിന്നിപ്പിക്കല്ല. ഒറ്റക്കെട്ട് ജനങ്ങളെല്ലാവരും പറഞ്ഞ ഐക്യം വേണമെന്നല്ലേ. ഏറ്റവും വലിയ ഐക്യത്തിൻ്റെ ആളായിരിക്കും? ദജ്ജാലായിരിക്കും. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നം ദജ്ജാൽ പരിഹരിക്കും. എല്ലാ പ്രശ്നവും. ഫലസ്തീൻ പ്രശ്നം മാത്രം പറയല്ല ഞാൻ. സപ്പോസ് ഒരു ഫലസ്തീൻ പ്രശ്നമുള്ള ഈ സമയത്ത് ദജ്ജാൽ വരികയാണെങ്കിൽ ദജ്ജാൽ ആദ്യം ചെയ്യാൻ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയാ? എന്തായാലും മൂപ്പർ പറഞ്ഞത് നിങ്ങൾ നോക്കി. എന്ത്? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നല്ലേ പറഞ്ഞ്? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ആര് പറഞ്ഞനുസരിച്ച്? ദജ്ജാൽ പറഞ്ഞനുസരിച്ച്. അപ്പൊ സുപ്പീരിയർ ഗോഡ് ആരെന്നെ? അപ്പൊ ഇവിടെ അള്ളാഹ് എന്റെ കൽബിന് പോയി. അതിന്റെ പദവി ഇവിടെ ജാർക്ക് കൊടുത്തു. ഇവിടെ അള്ളാഹ് ഏകനായ ഞാൻ ഒരു അള്ളാഹ്ക്ക് മാത്രമേ ആരാധിക്കുള്ളൂ. ആയിക്കോട്ടെ വിജിത്താരെന്ന് ഇവിടെ വന്ന് പറഞ്ഞാ പോരെ? മനസ്സിലായില്ല? അപ്പൊ ഇത് മനസ്സിലായില്ലേ? എനക്കൊരു പഠിച്ചോ മാത്രമേ ഉള്ളൂ. മറ്റവന് 10 പഠിച്ചോ, മറ്റവന് 25 പഠിച്ചോനൊക്കെ ഉണ്ട്. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നം അന്നങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചു. ഞാനൊക്കെ നാട്ടിൽ തന്നെ ജീവിക്കാൻ വയ്യ. അപ്പൊ ഈ മുതലാളിന്റെ ദൂതൻ, ഈ ദൂതൻ വന്നിട്ട് എന്നോട് എന്ത് പറയാം? എനിക്കത് ഒരു പഠിച്ചോനെ ആരാധിച്ചങ്ങായി. പക്ഷെ എനിക്ക് മുതലാളിനോട് വല്ല പോയി പറഞ്ഞൂടെ? പിന്നെ ഞാനൊരു പഠിച്ചോനെ മാത്രമേ ആരാധിക്കുള്ളൂ കേട്ടോ. അതിന് ഇവിടുന്ന് സമ്മതം തരണം. അതായിക്കോട്ടെ, ഞാനോട് പറയണ്ട, ഞാൻ ആരാധിച്ചു. പിന്നെ നാട്ടുകാരൊക്കെ ഒരു പഠിച്ചോനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുതലാളിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കണേ. മുതലാളി എന്താ പറയാ? അങ്ങനെ ഉണ്ടാവില്ല ആളുകൾ. ഞങ്ങൾ അത്തരം പണിയൊക്കെ പോയി കാണി പോയി. കിട്ടിയ ഉടനെ അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിനെ രഹസ്യമായി കണ്ട. പിന്നെ എനിക്ക് ഒരു പഠിച്ചോനേ ഉള്ളൂ കേട്ടോ, നിങ്ങളതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു തമ്മിൽ നോക്കി, ഒന്നങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി. ഇവിടെ ഇത്രയ്ക്കും കുട്ടിയെ ഒരു അങ്ങേ റൂമിൽ പോയി യോഗം കൂടി. നമ്മളിപ്പോൾ അബ്ദുള്ളാന്റെ മകനല്ലേ, നമ്മളിപ്പോൾ എന്താ പിന്നെ ചെയ്യുക? ആയിക്കോട്ടെ പിന്നെ അവരറിഞ്ഞു വന്നു, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പിന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു, കുഴപ്പമൊന്നുമില്ല. പിന്നെ മക്കാർ നബി ഒരു പടച്ചോനെ മാത്രമേ ആരാധിക്കുന്നുള്ള ഒരു വിവരം നാട്ടിൽ പ്രശ്നമാണെങ്കിൽ അബൂജഹൽ എന്ത് പറയും? പോയിട പണി നോക്കിയിട്ട് ഒക്കെ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ അതിന് അമ്മ കൊടുത്തന്നെ നമ്മളാൾ തന്നെയാണ്. പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ നബിക്ക് നല്ലത് എന്തായിരുന്നു? അന്തങ്ങമ്മിയാളെ നാട്ടിൽ പ്രശ്നമില്ലാതെ അള്ളാനെ ആരാധിക്കലാണ് നബിയുടെ ഉദ്ദേശമെങ്കിൽ നബിക്ക് ആദ്യം ആരോട് പോയി പറഞ്ഞാൽ മതി? ബറക്കത്തിന്റെ നോഫലിന്റെ അടുത്തേക്കല്ല പോണ്ടത്. ഏകനായ അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണ് വറക്ക. അതുകൊണ്ടാണ് വറക്കന്റെ വീട് പുറത്തായത്. മക്ക നഗരത്തിൽ ഏറ്റവും പുറത്താണ് ആരെ വീട്. പിന്നെ മറക്കൻ അവർ വിട്ടതിന്റെ വറക്ക ആരോട് ഇത് പറയില്ല, ഒറ്റക്ക് കഴിഞ്ഞു വിടുകയാണ്. വയസ്സ് ഇത് നല്ല നിറഞ്ഞ ആളാണ്. ഭർത്താനെ പറഞ്ഞ നാട്ടുകാരൊക്കെ കേൾക്കും. നാട്ടുകാരൊക്കെ സമ്മതിച്ച് അംഗീകരിക്കുന്ന ആളാണ്. ഒരു വർത്താനം പറയാൻ യോഗ്യനാണ്. അങ്ങനത്തെ ഒരാൾ പഠിച്ചോ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം. അപ്പൊ ഇവര് നേരത്തെ പറയാം അള്ളാന്റെ റസൂല് വന്നിട്ട് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിനോട് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഞാൻ എന്താ അവിടെ പോയി ഉത്തരിക്കാൻ ഇറാഖുയിൽ. അപ്പൊ ഒരാൾ വന്നു അള്ള ഏകനാണ് പറഞ്ഞു. ആയിക്കോട്ടെ, ഇനി അങ്ങനെ വിചാരിച്ചാൽ മതിയാണ്. അപ്പൊ പിന്നെ ഞാൻ ആ ഇറാഖുയിൽ ഇറങ്ങിപ്പോന്നപ്പോൾ എനിക്ക് വേഗം തോന്നി നിങ്ങളോട് ഇത് പറഞ്ഞാണ്ടൊരു സംഗതി വാങ്ങണം. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഓരോക്കെ ഇപ്പോൾ കൂടി നമുക്കിപ്പോൾ ഇത് അംഗീകരിക്കാനൊന്നും വയ്യ. പക്ഷെ നമ്മളോട് അന്ന് പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിലായില്ല, നമുക്കിത് അംഗീകരിക്കാനൊന്നും വയ്യ. പക്ഷേ നമ്മളോടൊക്കെ ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ തരില്ലാതെ നിർവാഹമില്ല. അപ്പൊ പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടായാലും അബൂജഹൽ എന്താ പറയാ? മുഹമ്മദ് ഒരു പഠിച്ചോനെ ആരാധിച്ചോട്ടെ, നിങ്ങൾക്കെണ്ട, നിങ്ങൾ പറഞ്ഞൊരു ആരാധിച്ചോളി ഉണ്ടാകുന്നാണ് ഇവിടുന്ന്. അതൊക്കെ നമ്മളെ കുട്ടികളല്ലേ, നമ്മൾ അബ്ദുള്ളാന്റെ മോനല്ലേ. അപ്പോൾ സുപ്രീം കമാൻഡർഷിപ്പ് ആർക്ക് കൊടുത്തു? അബൂജഹൽ. ഇവിടെയാണ് പ്രശ്നമുള്ളൂ, ഇവിടെ പ്രശ്നമുള്ളൂ. അന്നും നടക്കണാണ് ഇന്നും നടക്കുന്നത്. അതാണ് ഹിസ്റ്ററി. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി. അതേ കഥ, ഒറ്റ കഥയെ ലോകത്തുള്ളൂ. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി. മനസ്സിലായില്ല? മനുഷ്യൻ അവന്റെ 1-ാം ദിവസത്തെ ചരിത്രമാണ് അവന്റെ അവസാന ദിവസത്തെ ചരിത്രം. ആദന്റെ ചരിത്രമാണ് നിന്റെ ചരിത്രം. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഹിസ്റ്ററി. ഒരാൾ ചരിത്രമാണ് എല്ലാവരും ചരിത്രം. ഒരു കാലത്തിന്റെ ചരിത്രമാണ് എല്ലാ കാലത്തിന്റെ ചരിത്രം. ചരിത്രം കണ്ടില്ല എന്ന് ഒന്നേ നടക്കുള്ളൂ, രണ്ടു നടക്കൂല. നിങ്ങൾ ഇന്റെ കൂടെ അല്ല. കഴിഞ്ഞാലും നടന്നാൽ ഇക്കൊല്ലം നടക്കണത്, ഇക്കൊല്ലം നടന്നത് തന്നെയാണ്. രണ്ടെണ്ണം നടക്കൂല. ലോകത്തെന്നും ഒന്നേ നടക്കൂ. ഹിസ്റ്റോറി
മനുഷ്യന്റെ കഥ തന്നെയാണ്, ഒരു കാലത്തിന്റെ കഥ തന്നെയാണ്. 2025 കഥ തന്നെയാണ് 26 കഥ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുറച്ച് മുട്ടാളന്മാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ആളുകൾ മദ്രസ സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞങ്ങൾ അന്നൊക്കെ വിചാരിച്ചിരുന്നു, നമ്മൾ വിചാരിച്ചിരുന്നു എന്താ ഈ തന്താരൊക്കെ പോയ ഇന്നാടെ നന്നായോ? ഒരിക്കലും നന്നാവില്ല. ഇപ്പോ ബാക്കിലുള്ള കുട്ടികൾ വിചാരിക്കണ്ട എന്ത് ഈ തന്താരൊക്കെ പോയാൽ നന്നാവില്ല. സ്റ്റോറി ഇന്നത്തെ ചരിത്രം തന്നെയാണ്. ഇന്നലെ നടന്നതാടോ ഇന്ന് നടക്കൂ, ഇന്നും നടന്നതാണ്. ആളടക്കൂ കയ്യൂക്കുള്ളവൻ കയ്യക്കാരൻ. ലോകത്തിലുണ്ട്. അതിൽ ചില ആളുകളെ കിട്ടൂല. പോടാ പണിയൊക്കെ അറിയും. കയ്യോക്കുള്ളവൻ്റെ മുഖത്തൊക്കെ പോടാന്ന് പറയും. ഒരു ഷെയ്തായി മരിക്കും. അത് അലി കംനായി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ആരും ആക്ഷേപിക്കും. ഞാൻ അവരെ ആക്ഷേപിക്കൂല. ഷിയാക്കളല്ലേ, അതൊക്കെ അള്ളാഹുവിന് മച്ചു. ഞാൻ ഷിയല്ല. പക്ഷെ ധീരന്മാർ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ധീരൻ തന്നെയാണ്. ധീരൻ തന്നെയാണ്. ഞാൻ എന്നെ അവരെ കുറിച്ച് നല്ല മാത്രം പറയുന്ന ആളാണ്. അത് ധീരൻ തന്നെയാണ്. അത് കഴിവാണ്. എൻ്റെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഈ അലി കംനായി എന്ത് പറഞ്ഞാൽ മതി, നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് ഒപ്പിച്ച് നിൽക്കും. ഓക്കെ, പ്രശ്നം തീർന്നു. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒന്നും തീരുമാനിക്കേണ്ട, മനസ്സിന്റെ അടിമത്തം കൊടുത്താൽ മതി. 6 മാസം 1 കൊല്ലം അടക്കുമ്പോൾ ട്രംപോ മറ്റോ ഒന്ന് വിളിക്കും. അവിടുത്തെ കാര്യങ്ങളൊക്കെ രാവിലെ അല്ലേ, അല്ല എൻ്റെ വേണ്ടി പറയണം കേട്ടോ. ആയിക്കോട്ടെ. ആ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ നാട്ടിയാൽ വേണ്ടില്ല. ഇനി ഫോനോട് പറയാനൊക്കെയല്ലേ, അത് മനസ്സിലായില്ല. 6 മാസത്തെ 1 കൊല്ലത്തിൽ ഒരിക്കൽ ട്രംപ് വിളിക്കുമ്പോൾ അലി കംനായിനോട് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ പറഞ്ഞ മാതിരിയൊക്കെ തന്നെയല്ലേ, അതൊക്കെ തന്നെയാണ്. ഒരാളി അങ്ങനെ തന്നെയാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയണം, എന്നോട് പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നം ഞാൻ ഒതുക്കി തരും. ആയിക്കോട്ടെ. എന്തെങ്കിലും ഇവിടുന്ന് മുതലാളിക്ക് അറിയിക്കും. ഫോൺ അവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ നാട്ടിയാലും അത് ആരും അറിയാൻ പോണില്ല. അതിന് പറ്റൂല. ഫോണിൽ എടുക്കൂല. കാരണം ഓനാരാ? ഓന് നേരിനും നീതിക്കും എതിരായവനാണ്. ലോകത്തെ വേട്ടയാടുന്ന ഞാനാണ് ഭൂമിയിലെ പടച്ചെന്ന് പറയുന്നവനാണ്. ഓന് കുമ്പിട്ടിട്ട് എനിക്ക് അവിടെ ജീവിക്കേണ്ടതില്ല. ഇതിന് തീരെ ഓൻ ആരായി? ഓൻ ഷിയായി, ഓൻ വഹാബിയായി, ആരായി? ഓൻ ആരായി എനിക്കണ്ട. അതിൽ നന്മയില്ലേ? നിങ്ങൾക്ക് പറയാൻ മനസ്സിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുക ഇതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലല്ലെന്നുള്ളത് നിങ്ങളെന്താ ചിന്തിക്കാത്ത? ഒതുങ്ങൊക്കെ ജീവിച്ചോളൂ. പക്ഷെ മേൽക്കോയ്മ അംഗീകരിക്കരുത്. മേൽക്കോയ്മ അംഗീകരിക്കുക. ഓൻ നന്മയുള്ളവനാണെങ്കിൽ ആരാധിക്കുന്ന വസ്തു, വിശ്വാസം, മതവും എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ മഹ്ദൂമ് ജീവിച്ചിട്ട് സാമൂതിരിനെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? സാമൂതിരി ആരാധിക്കുന്ന മറ്റ് പൂജാവിഗ്രഹങ്ങൾക്കാണ്. പക്ഷെ എന്തുണ്ട്? നേരും നെറിയുണ്ട്, നീതിയും സത്യമുണ്ട്. അത്രേ വേണ്ടുള്ളൂ. അതായത് ഞാനും ഈ ആരാധിച്ചതിനെ തന്നെ ട്രംപ് ആരാധിച്ചോളം നമുക്കില്ല. മഖ്ദൂം ആരാധിക്കുന്ന അതേ ദൈവത്തിന് സാമൂതിരി ആരാധിക്കണമെന്ന് മഖ്ദൂമിന് വാശില്ല. ഈ മഖ്ദൂമിന് സാമൂതിരിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സാമൂതിരിയെ ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കിതാബ് എഴുതിയിട്ടുണ്ട് ആര്? മഖ്ദൂം തങ്ങൾ. അതേസമയത്ത് സാമൂതിരി ആരാധിക്കുന്ന അള്ളാഹ്ക്കല്ല. അതായത് ഏകനായ ഒരു ദൈവത്തിന് മാത്രമാണോ സാമൂതിരി ആരാധിക്കുന്നത്? അല്ല, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്ന ആളാണ് സാമൂതിരി. അതിനെന്താ പ്രശ്നം? അത് അയാൾ വിശ്വാസകാരിയല്ലേ. പക്ഷെ നാട്ടിൽ നീതിയും ധർമ്മവും നടപ്പാക്കണം. ഹിന്ദു മുസ്ലിമും ധർമ്മത്തിൽ ജീവിക്കണം. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യപ്പെടരുത്, ഒരുത്തനും മുതൽ അപഹരിക്കപ്പെടരുത്, ഒരുത്തൻ ദ്രോഹിക്കപ്പെടരുത്. ഈ വിശ്വാസമുള്ള ആൾ, ധർമ്മബോധമുള്ള ആളാണ് ആര്? സാമൂതിരി. ആ സാമൂതിരി രാജാവായാൽ മഖ്ദൂം നിന്നൊടുക്കൂല കൂടെ. എന്തുകൊണ്ട്? ഇയാൾക്ക് എന്തുണ്ട്? ധർമ്മോ നീതി അതല്ലേ ആവശ്യം. മതം എല്ലാവർക്കും ഒന്നാണെന്നൊന്നും. അതാണ് ഇവിടെ ഇല്ലാത്തത്. ഈ ലോകത്തെ എല്ലാ തിന്മയും തെറ്റും ചെയ്യുക. ഇപ്പോൾ ഒരു ഫയൽ പുറത്തു വന്നു, അതിലവർ കാട്ടിക്കൂട്ടിയെന്ന് തോന്നി കയ്യും കണക്കും ഇല്ല. അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ മുഴുവൻ അവർ കൊല്ലും. എത്ര രാഷ്ട്ര നേതാക്കന്മാരെ കൊന്നു ഇപ്പോൾ അവസാനം അടക്കം. എത്ര ആദ്യത്തെ ഒന്നല്ല, ആര് കൊല്ലും? അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ ഒരാൾ കീഴൊതുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് നന്മ തിന്മയോ? അയാൾ ആരായിക്കോട്ടെ, അയാൾ ഷിയാണ്, അത് പറയുന്ന നേരം. അപ്പം അയാൾ ഷിയാണ്, കൊയയാണ്, അതൊക്കെ ഇപ്പൊ പറയുന്ന നേരം. ഇയാൾ വഹാബിയാനെന്താ? ഈ പറയുന്ന വ്യക്തി വഹാബിയാനെന്താ? അയാൾ ഒരു മേൽക്കോമി അംഗീകരിക്കൂല ആരെയല്ലാതെ.
വഹാബി വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കൂല. പക്ഷെ അയാളെ ആൺകുട്ടിയാണ് നമ്മൾ പറയും. അതാണ് ദീന്, അതാണ് ദീന്. മറ്റൊക്കെ വിശ്വാസമാണ്. അതൊക്കെ നല്ല നാളെ അള്ളാഹു തആല പുറത്തു കൊടുത്തേക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അയാൾ ഷിയ ആയാലെന്ത്, അയാൾ വഹാബി ആയാലെന്ത്, നമുക്ക് അത് അവരെ വിശ്വാസമല്ലേ. അതേ സമയത്ത് ഒരു നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അള്ളാഹുവിനെ മേൽക്കോയ്മല്ലാതെ വേറൊന്നും അംഗീകരിക്കില്ല. പിന്നെ ആര് അംഗീകരിക്കും? അള്ളാഹു ഈ ലോകത്തെ സ്ഥാപിച്ചതാണ് നീതിയും ധർമ്മവും, അത് ഉണ്ടാകണം. അതില്ല, ഓൾക്ക് വേണ്ടി ഓരോ താല്പര്യത്തിന് ആരെയും കൊല്ലും. അങ്ങനത്തെ ഒരുത്തന്നെ മേൽക്കോയ്മ ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഷിയ ആയാൽ എന്താണ്? എന്താണ് ചിന്തിക്കാത്ത? അയാൾ ഷിയയായി, അയാൾ വഹാബിയായി, അയാൾ ആരായി? വഹാബിയെ വിമർശിക്കുന്നു, അതേസമയത്ത് അതിനൊരു പരിധിയില്ലേ? പരിധിയുണ്ടല്ലോ. ഓൻ കുടുങ്ങിയ സമയത്ത് ഓനെ ഒരു ഈ ജാതി ഫിർഔനിസം ഒരു വഹാബിയെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓനെ കൊന്നോട്ടെ എന്ന് പറയും. അവനെ കൊന്നോട്ടെ എന്ന് പറയുമ്പോൾ എങ്ങനെ മുമ്മിനാവും? ഒരു ഹിന്ദുവിനെ ആക്രമിക്കാം നമ്മൾ വിട്ടുകൊടുക്കും? അത് പറയും. ഒരു ഹിന്ദുവിനെ ഒരാൾ ആക്രമിക്കാം, ആ ആക്രമിക്കുന്നതിന് നീതിയും ധർമ്മവും ഇല്ല. ഹിന്ദുവിനെ ആക്രമിക്കുക, നിങ്ങൾ വിടും? അത് പറയാം. അതെ ഹിന്ദു അല്ലേ കൊന്നോട്ടെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മനുഷ്യനാണ്. അലി കാംനായി ഷിയയാണ് എന്ന് പറയുന്നത് അയാളുടെ രാജ്യത്തെ ആക്രമിക്കാം, അയാളെ കൊല്ലാം എന്നതിന് ഒരിക്കലും ന്യായമല്ല. കൊന്നവൻ നീതിയും ധർമ്മം ഇല്ലാത്തവനാണ്. ഇവരൊക്കെ നീതിയിലും ധർമ്മത്തിനും ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഇവൻ മർദ്ദിത മറ്റേ മർദ്ദകനുമാണ്. അവിടെ ഷിയയാണോ വഹാബിയാണോ ഹിന്ദു ആണോ എന്നുള്ള നോട്ടല്ല. അവൻ മതമില്ലാത്ത നിരീശ്വരവാദിയെ നോക്കുക. ആയിക്കോട്ടെ, മതമില്ലാത്ത നിരീശ്വരവാദിയെ ഒരു ധർമ്മമില്ലാത്ത ഒരു ആക്രമിക്കുകയാണെങ്കിൽ, ഒരുത്ത നിരീശ്വരവാദി ആയതിൻ്റെ പേരിൽ ഓനെ റോട്ടിലിട്ട് തല്ലുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ? അല്ല, നോക്കിക്കാൻ പറ്റും? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ നിസ്കരിക്കണം മുസ്ലിമീങ്ങളല്ലേ, അതൊന്ന് പറയും. ഞാൻ അതിൻ്റെ കോലെന്ന് പറയും. ഒരുത്തൻ നിരീശ്വരവാദിയാണ് എന്നതിൻ്റെ പേരിൽ ഓൻ്റെ ബാപ്പ തല്ലുകയാണെങ്കിൽ ഓക്കെ, അതിനും പരിധി വിടുകയാണെങ്കിൽ നമ്മൾ പറയും. പിന്നെ പെരി കൊണ്ട് തല്ല, ഞങ്ങളെ മുന്നിടെ നമ്മളെ കുതിരയാക്കരുത് പറയുമല്ലേ. ഒരുത്തൻ്റെ മകൻ നിരീശ്വരവാദിയായിട്ട് തല്ലുകയാണെങ്കിൽ മനുഷ്യന്മാരെന്താ പറയാ? ഞാൻ പെരി കൊണ്ട് എഴുതിക്കോ, ഞങ്ങൾ നിന്ന് അല്ല, ഒന്ന് നിരീശ്വരവാദി ഞാൻ പെരി നോക്കോ, മനുഷ്യന്മാരെ തല്ലണ്. ഒറ്റ നിരീശ്വരവാദിയായി. ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ധർമ്മബോധമുള്ളവരാണ്, ക്രിസ്ത്യാനികൾ ധർമ്മബോധമുള്ളവരാണ്, മുസ്ലിങ്ങൾ ധർമ്മബോധമുള്ളവരാണ്. ഒരു ധർമ്മമുണ്ട്, മതമുണ്ട്, വ്യവസ്ഥയുണ്ട്, ഒരു വേദമുണ്ട്. ഇവർക്കൊക്കെ വേദമുണ്ട്. ഹിന്ദുക്കൾക്ക് വേദമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേദമുണ്ട്, മുസ്ലിങ്ങൾക്ക് വേദമുണ്ട്. നിരീശ്വരവാദിക്കോ വേദമില്ല. ആ വേദമില്ലാത്ത ലക്കും ലഗാനുമില്ലാതെ ജീവിക്കണ ഒരു നിരീശ്വരവാദിയെ ഇതുപോലത്തെ ഒരു ഫറായിനത്തിൽ നീതിയും ധർമ്മവും ഇല്ലാത്ത ഒരാൾ റോട്ടിലിട്ട് തല്ലുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അവിടെ ഓൻ ഹിന്ദുവാണ്, ഓൻ നിരീശ്വരവാദിയാണ്, അങ്ങനെ പറഞ്ഞു. എന്ത് മനുഷ്യന്മാരങ്ങൾ ഓരോരുത്തർ പറയാണ് കൊല്ലണ്ട തന്നെയാണ്, ഷിയാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഇവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്ന് പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ പാലിക്കുക. അതിന് മേലെ ഇനിയൊരു സുപ്രീം കമാൻഡർ ഇല്ല. അത് പടച്ചോൻ തന്നെയാണ്. അത് ഓൻ്റെ പടച്ചോൻ വേറെ, എൻ്റെ പടച്ചോൻ വേറെ ആയിക്കോട്ടെ. എന്നാൽ പടച്ചോൻ്റെ സുപ്രീം കമാൻഡറായ പടച്ചോന് വേദം അംഗീകരിച്ച് ജീവിക്കുന്നവരൊക്കെ ഒന്നാണ്. ഞാൻ സർവമത സത്യവാദമല്ല ഈ പറയുന്നത്, പക്ഷെ ധർമ്മത്തിൽ അവരെല്ലാവരും ഒന്നാണ്. ലോകത്ത് മോഷ്ടിക്കാം എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥമില്ല, വ്യഭിചരിക്കാം എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥം ലോകത്തില്ല. ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കില്ല, മുസ്ലിമിനില്ല. ഉണ്ടല്ലേ? പറ അന്യന്റെ പെണ്ണിനെ നോക്കാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഒരു മതത്തിലില്ല. ഉണ്ടോ അല്ലേ? പറ കുട്ടി, ഉണ്ടോ അല്ലേ? കൈക്കൂലി വാങ്ങാം എന്ന് പറയുന്ന ഒരു വേദത്തിന്റെ ശകലം ഈ ഭൂമിയിലില്ല. ഹിന്ദുവിനില്ല, ക്രിസ്ത്യാനിക്കില്ല, മുസ്ലിമിനില്ല, പാർസിക്കില്ല, പിന്നെ ബുദ്ധമതക്കാരനില്ല, ജൈനമതക്കാരനില്ല, സിഖ് മതക്കാരനില്ല, ആർക്കില്ല. ഉണ്ടോ അല്ലേ? ഇല്ല. അപ്പൊ ധർമ്മത്തിലെ എല്ലാ മതങ്ങളും ഒന്നാണ്. ബാക്കി പഠിച്ചോന്റെ കാര്യമില്ല, ഓ തീരുമാനിച്ചോളൂ. ഇവിടെ സന്തോഷത്തിൽ ജീവിക്കാലോ. അതിന് ഇത്തരം സുപ്രീം കമാൻഡർമാർ അംഗീകരിക്കൂല. അതാണ് അനറബുക്കുമുൽ അഅ്ല. ഓന്റെ ഫിർഔനോട് പോയി പറഞ്ഞിട്ടാണെങ്കിൽ മൂസാ നബിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇജ്ജ് വിശ്വസിക്കുന്ന പറഞ്ഞപ്പോഴാണ് ചൂടായത്. നമ്മളെ ഏരിയയിലൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇസ്ലാം പിന്നെ അള്ളാഹ് ഏകനാളൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ മുതലാളി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഫിറോവിനോട് ഒറ്റയ്ക്ക് വന്ന് കണ്ട്. എന്ത് അതിൻ്റെ വല്യപ്പൻ്റെ കുറച്ച് കുട്ടികളുണ്ടല്ലോ ഇസ്രായേലിൽ, അവരെ ഞാൻ കുറച്ചാൾ അവരൊക്കെ നല്ല ലെവലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആയിക്കോട്ടെ, ഫിറോൻ എന്ത് പറയും? ഇജ്ജ് പുറത്തേക്ക് പോകേണ്ട, വല്ലാതെ ആളറിയും വേണ്ട, ഒറ്റക്ക് കണ്ടാൽ മതി, പ്രശ്നമാക്കണ്ട, ഞാൻ ഇവിടെ ആരും വന്നാൽ ഞാനും അത് പ്രശ്നമാക്കില്ല, ഇജ്ജ് ബേജാറാണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് നേരെ വന്നിട്ട്
ഇത് ഇല്ല എന്തേ പറഞ്ഞത്? പാലൊക്കെ ഇല്ലാണ്ട് അനക്കൊന്നും നന്നായി കൂടെ എന്നായി. അപ്പൊ പ്രശ്നമായി. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മൂസാ നബി വന്ന് സിനായി മരുഭൂമി കടന്നു വന്നാണ്ട് നേരെ ഫിറഔന്റെ അവിടെ വന്നാണ്ട് എന്ത് പറഞ്ഞു? നമ്മളാ ഇസ്രായേലിന്റെ അടുക്കൽ വയൽ തുടങ്ങേണ്ടി ആനയാർ, നിങ്ങൾ മൈക്ക പെർമിറ്റ് തരാന്ന് പറഞ്ഞു. അന്നത്തെ മൈക്ക പെർമിറ്റ് കൊടുക്കേണ്ട ആളാരാ? പറയടാ, ആരാണ്? ഫിറഔന്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? കുഴപ്പമുണ്ടെങ്കിൽ മുതലാളി ഞാൻ അങ്ങോട്ട് വരും. അപ്പൊ നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞത് നാട്ടുകാരൊക്കെയാണ് നന്നാക്കാണ്, അവിടെയൊക്കെ കുറച്ച് ആളുകളുണ്ട്, ഓരൊക്കെയാണ് നന്നാക്കാണ്. എന്ന് നന്നാക്കണം? ഓരോ കാര്യം പെരുമ്പോക്കാണ്. നന്നായി ഈ ചെന്നെ നല്ല കുട്ടി ആണെങ്കിൽ ഫിറൗൻ ഇങ്ങനെയും പറയും, ഞാനിപ്പോ തന്തയാ, ഇനിയിപ്പോ എനിക്ക് നന്നാലൊന്നും നടക്കൂല കുട്ടിയെ, എനിക്കിപ്പോ ഈ കള്ളും വ്യഭിചാരൊന്നും ഇല്ലാതെ ഇനി നടക്കൂല, ബാക്കിയുള്ളവരെങ്കിലും നന്നാട്ടെ കുട്ടിയെ. ഓ നന്നായിക്കോട്ടെ, ഞാൻ നന്നാണല്ല തന്നെയാണ്. അപ്പൊ മൈക്ക പെർമിറ്റ് ആര് കൊടുത്തു? ഫിറൗൻ കൊടുത്തു. മൂസാ നബി അവിടെ മരിക്കണവരെ വേല പറയുകയാണെങ്കിലും അതിന് ഇടക്കിടക്ക് നെയ്ച്ചോറും ബിരിയാണിയും പിന്നെ തേങ്ങാച്ചോറും പിന്നെ എന്താ പറയാ അവല് വശലെങ്കിലും ആര് കൊടുത്തേക്കും? ആ ഫിറൗൻ. മൂസാ നബിക്ക് എന്ത് പറഞ്ഞു? നീ നമ്മളെ രാജാവിന്റെ ശീലനുണ്ട്. നാട്ടിൽ സമാധാനം എന്ത് മലയാളി പറഞ്ഞിട്ട് തന്നെയാണ് നടക്കണം. നാളെ മൊലാളിന്റെ വൈകി ചീരനുണ്ടേ ആരും വരാതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമല്ലേ എന്നായി? ഇവിടെ ആകെ പ്രശ്നം എന്താ? അയാൾക്കൊണ്ട് നന്നായി കൂടെ എങ്ങായി ചോദിച്ചു. അപ്പൊ പ്രശ്നമായി. ഞാൻ നന്നായില്ല വിചാരം, ഞാൻ നന്നായില്ലാണ്. വാതിയില്ലാത്ത ജിരിമിൻ താഴ്ത്തി ഈ പുഴകൾ വരെ എന്റെ സമ്മതത്തോടു കൂടിയാ വീഴണം. ഞാൻ നന്നായില്ല എന്ന വിചാരം. നിനക്ക് നിന്നെ ഞാൻ നയിക്കാം ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. അപ്പൊ നിനക്ക് പഠിച്ചോനെ പോരുന്നു. فكذب فعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. അങ്ങനെ പഠിച്ചപ്പോൾ പറഞ്ഞാൻ പാടില്ല. ഓൻ പറഞ്ഞു. അവര് വയലിന് സമ്മതം ചോദിച്ചുകൊണ്ട് മൂസാ നബി വന്നിക്കുകയാണെങ്കിൽ വയലിനുള്ള എല്ലാ ചെലവ് വരെ ആര് കൊടുക്കും? പറയട ചങ്ങായി, ഫിറൗൻ കൊടുക്കും. ഫിറൗനോട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ ഫിറൗൻ പിറ്റേനെ കുറിച്ച് ദർബാറിൽ പറയും, നമ്മളെ നാട്ടിൽ ഇപ്പൊ പുതിയൊരു പഠിച്ചവന്റെ ആളും കൂടി വന്നിട്ടുണ്ട്, ഓൻ ഇവിടെ വന്നിരുന്നു ഇന്നലെ, അൽഹംദുലില്ലാ എന്നാലും വന്നല്ലോ. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഓരവിടെ അയിമ ഞാനും പ്രശ്നം ഉണ്ടാക്കിട്ടാ ഓനെ ബാഗും കാര്യമൊക്കെ ദിക്റും സലാത്തും തരിക്കത്തും മറ്റേക്കത്തും മറിച്ചക്കത്തും ഒക്കെ അതിലാണ് നടന്നോട്ടെ. അപ്പൊ ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും ഓരോട് പറഞ്ഞ സമ്മതം വാങ്ങണമെന്നിട്ട് തുടങ്ങാൻ പാടുള്ളൂ. അതാ പ്രശ്നം. അപ്പൊ ഓരോ അന്നത്തെ ഫിറൗനാണ്. ഫിറൗനാണ് പല സൈസാണ്. പറഞ്ഞാൽ ഞാൻ നീണ്ടു കല കൊടുത്ത് ചിന്തിക്കണം. അതൊക്കെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞ പറയാം, അള്ളാഹു ബോധം തരട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ കുട്ടികൾ അതിനൊന്നും നിൽക്കൂല. ഇപ്പൊ ദജ്ജാൽ വന്നാലും ദജ്ജാൽ മേൽക്കോയി മങ്ങിയിരിക്കേണ്ടി വരും. ആ കുട്ടികൾ അംഗീകരിക്കൂല. അപ്പം കൊല്ലും. അപ്പൊ കൊന്നോട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായില്ലോ? എല്ലാം തരും ചെയ്യും, എല്ലാം ദജ്ജാൽ തരും, എല്ലാം തരും. തരാത്ത ഒന്നും ഉണ്ടാവില്ല. ദജ്ജാൽ വന്നാൽ പട്ടിണി നടക്കേണ്ടി വരില്ല. അതുവരെ ഉള്ള പട്ടിണി ദജ്ജാൽ മാറ്റും. പ്രശ്നങ്ങളൊക്കെ ദജ്ജാൽ തീർക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദജ്ജാൽ തീർക്കും. അപ്പൊ മുസ്ലിങ്ങൾ പ്രശംസിക്കും ആര്? ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വരുന്ന ആളാണ് ആര്? ദജ്ജാൽ. പക്ഷെ ആരെ കീഴിലാണത്? ദജ്ജാലിന്റെ കീഴിലാണ്. അപ്പൊ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മൾ ജനങ്ങൾ പുതിയ വെട്ടികളാണ്. ജനങ്ങൾ പറയും എന്താണ് ഐക്യല്ലേ പറയണത്? ഐക്യം. പക്ഷെ അതുപോലെ മേൽക്കോയ്മ അംഗീകരിച്ചുള്ള ഐക്യം. അവിടെ പ്രശ്നം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അവിടാണ് പ്രശ്നം. ഈ പ്രശ്നം ഫിറൗനുള്ളൂ. ഫിറൗനും ജനങ്ങൾ ഐക്യത്തിലാണെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷെ ആരെ കീഴിൽ ഐക്യത്തിലാണ്? ഫിറൗന്റെ കീഴിൽ. അതാണ് പ്രശ്നം. അതിനൊരു കാരണമുണ്ട്. അതിപ്പോ ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അതൊരു സാധനം ബാക്കി കിടന്നോട്ടെ, പറഞ്ഞോളാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു കാരണമുണ്ട് ഇതിന്.
നിങ്ങൾ വിചാരിച്ചു നല്ല കാരണം. അതായത് 1979 ശേഷം ഒരു പുതിയ സംഗതിയൊന്നും ഇറാനിൽ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് കാരണം. ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്. കാരണമുണ്ട്, കാരണമുണ്ട്. അതാണ് കാരണം. അതാണ് കാരണം. കാരണം ചെറുതല്ല, കാരണം കാരണമാണ്. അതാണ് കാരണം. കാരണമുണ്ട്. അങ്ങനെ പറയുമ്പോൾ കാരണമുണ്ട്. ഞങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡെവിളിനെയാണ് കൊന്നതെന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. വെറുതെ അല്ല, ആ വാക്ക് വളരെ കൃത്യമാണ്. അത് കൃത്യമാണ്. എന്താ ഇപ്പം 979 മുതൽ നടക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? ഉണ്ടായിട്ടുണ്ട്, കാരണമുണ്ട്. ഞാൻ പറഞ്ഞുതരാം, പക്ഷെ പെട്ടെന്ന് അറിയില്ല. അങ്ങനെ ചിന്തിക്കാം, കരുതി കൂട്ടി ഇരുന്ന് മനസ്സിലാക്കണം. ഇതിന് കാരണമുണ്ട്. ഇത് കാരണമില്ലാതെ ഉണ്ടായതല്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. തിന്മ എന്നും ഒന്നാണെന്ന് മനസ്സിലാക്കണം. തിന്മ എന്നും ഒന്നാണ്. നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. തിന്മ നന്നാവില്ല. പിന്നീട് പറയും. ഇപ്പം ഒന്ന് പറഞ്ഞാൽ തീരൂല. പറഞ്ഞാലും വിഷയവുമല്ല. ഞങ്ങൾക്ക് വേദഗ്രന്ഥം വരെ കാണിച്ചു തരണം. വേദഗ്രന്ഥങ്ങൾ ഞാൻ ബൈബിൾ കാണിച്ചു തരുന്നത്. ബൈബിളിൽ നിന്ന് പ്രശ്നം ബൈബിളാണ്. ബൈബിളിനെ തെറ്റിദ്ധരിപ്പിക്കാണ്. ബൈബിൾ അത് ക്രിസ്ത്യാനികൾക്ക് അറിയാം. ബൈബിൾ ചില തിന്മകളെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചില തിന്മകൾ കൃത്യമായി, അടിസ്ഥാനപരമായ തിന്മകളെ കൃത്യമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ എല്ലാ ധർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് ആ തിന്മകൾക്കെതിരായി നിൽക്കുന്നവരെല്ലാം അവർ ഡെവിൾ എന്ന് വിളിക്കും. കാരണം അവർക്കത് വിളിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ അവർ ഡെവിളാണെന്ന് ലോകം അറിയും. അത് നിങ്ങൾക്ക് ബൈബിൾ തന്നെ ഞാൻ കാണിച്ചു തരും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തിരുദൂതർ നിയോഗം എന്നതിൻ്റെ പുസ്തകം വായിക്കലാണ്. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. 2 പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ തിരുദൂതർ നിയോഗം എന്നതിൻ്റെ പുസ്തകം വായിക്കണം. എല്ലാവരും വായിക്കണം. ആ പുസ്തകത്തിൽ നബിയുണ്ട്. അതിൽ പറഞ്ഞ നബിയാണ് നബി. അത് വായിക്കന്നെ വേണം. അത് മനസ്സിരുത്തി പലവട്ടം വായിക്കണം. ഒരു വട്ടം വായിച്ചാൽ പോലെ. അതൊരു മുബാറക്കായ തൗഫീഖാണ്. അതൊരു തൗഫീഖാണ്. അതൊരു ഒരാളെ പുസ്തകം പകർത്തിയതല്ല. ഈ ഭൂലോകത്ത് അങ്ങനെ പുസ്തകം ഞാൻ കണ്ടിട്ടുമില്ല. അതൊരു തൗഫീഖാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഞാനതിനെ പ്രശംസിക്കല്ല. അത് കേട്ടാലല്ലേ നിങ്ങളത് വായിക്കുള്ളൂ. അത് വായിച്ചാലല്ലേ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കൃത്യമായ പുസ്തകത്തിലുണ്ട്. തിരുദൂതർ നിയോഗം അന്നത്തെ പ്രശ്നമാണ് ഇന്നത്തെയും പ്രശ്നം. ഇന്നത്തെ പ്രശ്നം നാളത്തെ പ്രശ്നം. അതിനെ തെച്ചാലും ഒക്കെ ഒന്ന്. ഞാൻ എപ്സ്റ്റീൻ ഫയൽസ് പുറത്ത് വന്നപ്പോൾ ചില ആളുകളോട് പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് പറയും. എനിക്ക് പറയേണ്ടയില്ല. ഞാൻ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം. എനിക്കത് പറയേണ്ട ആവശ്യമില്ല. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് ധർമ്മത്തിന്റെ പൊസിഷൻ എന്ന് കണ്ടുപിടിക്കുക. അതിൽ പച്ച മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം വായിക്കാത്ത വെട്ടിയാണ്. നിങ്ങൾ ആ പുസ്തകത്തെ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഏരിക്കും. തമാശ പറയല്ല. ഞാൻ എൻ്റെ പുസ്തകമായി പറയുകയല്ല. ഒരു തൗഫീഖാണ്. എനിക്ക് പടച്ചോൻ തന്ന തൗഫീഖിൽപ്പെട്ട ഒന്ന് തിരുദൂതർ നിയോഗം എന്ന പുസ്തകമാണ്. ഒന്നതാണ്. ആ പുസ്തകം എല്ലാവരും വായിക്കണം. നിങ്ങൾ വായിച്ച പോരാ, മനസ്സിരുത്തി പഠിക്കണം. വീണ്ടും വീണ്ടും മനസ്സിരുത്തി പഠിക്കണം പുസ്തകം. അല്ലാതെ നിങ്ങൾ പോയാൽ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയായി നമ്മൾ. ആരാണ് നബി നമുക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് നബിയുടെ ശത്രു എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ശത്രുവിനെ മനസ്സിലാക്കാതെ നബിയെ മനസ്സിലാവൂല. ഇരുട്ടിനെ മനസ്സിലാക്കാതെ പകലിനെ മനസ്സിലാവൂല. പകലിനെ മനസ്സിലാക്കാതെ രാത്രി മനസ്സിലാവൂല. രാത്രി മനസ്സിലാക്കാത്ത ഒരാൾക്ക് പകൽ മനസ്സിലാക്കാൻ കഴിയില്ല. പകൽ മനസ്സിലാക്കാത്ത ഒരാൾക്ക് രാത്രി മനസ്സിലാക്കാൻ കഴിയില്ല. ശത്രുവിനെ മനസ്സിലാക്കാതെ ഇന്നത്തെ നബി മുഹമ്മദ് മുസ്തഫനല്ലേ? ആണോ? അല്ലേ? എങ്കിൽ ആ നബിയുടെ ശത്രു മനസ്സിലാക്കണം. അത് അന്നത്തെയും ശത്രുവാണ്, ഇന്നത്തെയും ശത്രുവാണ്. ശത്രു മരിച്ചിട്ടല്ല, ശത്രുട്ട് മരിക്കൂല. ശത്രുവിന് മരണമില്ല. മഹാഭാരതത്തിലെ അവസാനത്തെ വാക്ക് ശത്രുവിന് മരണമില്ല. ലാസ്റ്റ് സെന്റൻസ്. കൊല്ലുന്നോണ്ട് ശത്രു മരിക്കൂലല്ലോ.
ശത്രു പിന്നെയും ഒരാളെ നിങ്ങൾ കൊന്ന ആ സ്ഥാനത്ത് അതേ ചിന്താഗതിക്കാരനെ 10 ആളുണ്ടായ ശത്രുവിനെ കൊല്ലാൻ കഴിയും? എന്താണ് നിങ്ങൾ ഈ അന്തംഗമ്മി പറയണത്? ഒരാളെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുള്ളൂ, ആരെ കൊല്ലാൻ കഴിയില്ല? ശത്രുവിനെ കൊല്ലാൻ നിങ്ങൾ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ആയിക്കോട്ടെ, പക്ഷെ ഈ സ്ട്രഗിൾ നിലനിൽക്കും. സ്ട്രഗിൾ നിലനിൽക്കും, ഇത് അവസാനിക്കൂല. ദി ലാസ്റ്റ് ഹോളി സെന്റൻസ്, അവസാനത്തെ എന്താ പറയാ, മഹാഭാരതത്തിലെ ദി ലാസ്റ്റ് ഹോളി സെന്റൻസ്, അവസാനത്തെ വാക്ക്, ശത്രുവിന് മരണമില്ല. ദി ലാസ്റ്റ് ഹോളി സെന്റൻസ്, അവസാനത്തെ വാക്കാണ്. ശത്രുവിന് മരണമില്ല, ശത്രു മരിക്കൂല. എന്നും ആവർത്തിച്ചു പോകുന്ന ചരിത്രം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെ കിടക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ആ പുസ്തകം വായിക്കുക, നിങ്ങൾക്ക് എല്ലാം കിട്ടും. പിന്നെ ഞാൻ പറയേണ്ടി വരില്ല. പ്രശ്നം ഒറ്റ ഒന്നാണ്, ആ പുസ്തകങ്ങൾ വായിക്കുക. തിരുദൂതർ നിയോഗം എന്ന എൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. ആ പുസ്തകത്തെക്കാൾ വലിയൊരു പുസ്തകം ഞാൻ ഇറങ്ങിക്കൂടെ? ഇറങ്ങാം. പക്ഷെ ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം തിരുദൂതർ നിയോഗം എന്ന പുസ്തകം തന്നെയാണ്. അതിന് മേലൊരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയതായി എനിക്കറിയില്ല. അതൊരു പുസ്തകമാണ്. ആ പുസ്തകം നിർബന്ധമായി വായിച്ചിരിക്കണം. ഒരു തൗഫീഖാണ് ആ പുസ്തകം. തിരുദൂതർ നിയോഗം എന്ന എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങളെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കൽ നിർബന്ധമാണ്. ആ പുസ്തകം വായിച്ചൊരു കുട്ടി ഒരിക്കലും ഭീകരവാദിയാവില്ല. ആ പുസ്തകം വായിച്ച ഒരു കുട്ടി ടെററിസ്റ്റ് ആവില്ല. ആ പുസ്തകം വായിച്ച ഒരു കുട്ടി നിരീശ്വരവാദി ആവില്ല. ആ പുസ്തകം വായിച്ച ഒരു കുട്ടി ലിബറലിസ്റ്റ് ആവില്ല. ഒരിക്കലും ആവില്ല. ഭീകരവാദിയും ആവില്ല, ടെററിസ്റ്റും ആവില്ല, എന്താ പറയാ, ലിബറലിസ്റ്റും ആവില്ല, ടെററിസ്റ്റും ആവില്ല, ഭീകരവാദി ആവില്ല. ആ പുസ്തകം വായിച്ചാലും ആ പുസ്തകം കാലഘട്ടത്തിന് പുസ്തകമാണ്. ഇനി അതിനേക്കാൾ വലിയൊരു പുസ്തകം മരിക്കുന്ന മുമ്പ് എഴുതാൻ കഴിയുന്ന എനിക്ക് അഭിപ്രായമില്ല. ഇതിനേക്കാൾ വലിയൊരു പുസ്തകം ഇപ്പം MT യോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ്? അപ്പോൾ MT പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം 2-ാം ഊഴമാണ്. പാറ്റൻ ബോസി എന്ന ഒരു ഡിക്റ്റേറ്റീവ് നോവലിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ എന്താകാനാണ് ആഗ്രഹം, നിങ്ങൾ നോവലിസ്റ്റ് ആണെങ്കിൽ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 2-ാം ഊഴം പോലത്തെ ഒരു പുസ്തകം എഴുതണമെന്നാണ് ആഗ്രഹം. അത് MT വാസുദേവൻ നായർ പുസ്തകം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുഹൃതം എന്ന് പറഞ്ഞത് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം എഴുതാൻ കഴിഞ്ഞതാണ്. അതിനേക്കാളും ഒരു നിയോഗം, അതിനേക്കാളും ഞാൻ ഒന്നും പറയാനോ ഇല്ല, എനിക്കില്ല. ഇതിൻ്റെ മേലെ വേറെ ആൾ പറയില്ല എന്നല്ല, പക്ഷെ ഇതിനപ്പുറം ഒരാൾക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറച്ചില്ല അതാണ്. അത് കാലഘട്ടത്തിൻ്റെ അറിവാണ്. അത് യൂത്തിൽ വായിക്കണം. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാം, വൈരാഗ്യം ഉണ്ടാകാം, അതൊക്കെ വേറെ വിഷയം. എൻ്റെ പ്രശ്നം മൂളാൻ പറ്റൂല എന്നാണ്. എൻ്റെ പ്രശ്നം തന്നെയാണ്, എനിക്ക് മൂളാൻ കഴിയൂല. മൂളുക എനിക്ക് നടക്കൂല. ഞാൻ ആർക്കും മൂളൂല. മൂളിയ ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇനി 10-60 വയസ്സങ്ങനെയല്ലേ. ഇനി മൂളിയാൽ മറ്റേ ഇസ്രായേലിന് മുന്നിൽ മറ്റേ മുങ്കർ നക്കീറിൻ്റെ മുന്നിൽ മൂളൽ നടക്കൂല. അപ്പം മൂളൽ ഞാൻ നടക്കൂല. ആ പുസ്തകം നിർബന്ധം എല്ലാവരും വായിക്കണം. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. എൻ്റെ പുസ്തകം ചിലപ്പോൾ വേണ്ടി പറയല്ല, എൻ്റെ പുസ്തകം ചില വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും വരാൻ പോലില്ല. ആ പുസ്തകത്തിൽ വന്ന കടക്ക് വിട്ടാൽ മാത്രമല്ല മുതൽ എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. പേടിക്കണമല്ല. ഞാൻ മുതലാളിയായ മൂല്യരാണ്, മുതലില്ലാത്ത മൂല്യരേ അല്ല. ഞാൻ മുതലാളിയായ മൂല്യരാണ്. അള്ളാഹു നിഅമത്ത് പള്ളർച്ചെന്ന മൂല്യരാണ്. എനിക്ക് പുസ്തകം വെക്കേണ്ട ആവശ്യമില്ല. പുസ്തകത്തിൻ്റെ പരസ്യമില്ല. എന്നാൽ വെറുതെ കൊടുക്കൂല. 500 റുപ്യ നേടം 499 എന്നാ തരൂല. എന്തേ? അതങ്ങനെയാണ്. എന്തുകൊണ്ട്? വില കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾ വില വെച്ച് വായിക്കോളൂ. 500 റുപ്യ വേണമെങ്കിൽ ഞാൻ കടം തരാം. പക്ഷെ പുസ്തകങ്ങൾ തരില്ല. പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങി വായിക്കണം. ആരാൻ്റെ പത്രം? ചായ പൊടി പോയപ്പോൾ ചായ കുടിക്കേണ്ട ഇടയിൽ പത്രം കണ്ടാൽ അപ്പം 2 വെഡിങ് നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, ചായ പകുതിയും കുടിച്ച് അവിടെ ഇട്ട് പോരും. ഈ ഒരു പത്രം പൈസ എടുത്ത് വാങ്ങിയാലോ? അത് വായിക്കും, തൊക്കിൽ വെക്കും, കൊണ്ടുപോകും. പിന്നെ അടുത്ത സ്റ്റേഷൻ അവിടെ നിന്നും വായിക്കും. പിന്നെ അതിൻ്റെ ലാസ്റ്റ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അതുവരെ വായിക്കും. കാരണം പൈസ എടുത്ത് വാങ്ങിയാണ്. എന്തേ? അങ്ങനെ തന്നെയല്ലേ? പൈസ എടുത്ത് വാങ്ങാം, എന്നിട്ട് വായിക്കണം. ഞാൻ വെറുതെ തരൂല. അതെനിക്ക് വെക്കേണ്ട ആവശ്യമല്ല. അതെനിക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുതലാളിയാ മൂല്യരാ. നിങ്ങൾ വിചാരിച്ച മൂല്യരനല്ല. എനിക്ക് പടച്ചതമ്പുരാൻ നിഅമത്ത് നിറച്ചെന്ന ഒരാൾക്ക് എന്തിനെങ്ങനെ നിങ്ങൾ പൈസ കൊടുക്കുന്നത്? ഒരാൾ പൈസ എൻ്റെ ആവശ്യമില്ല. ഞാൻ പടച്ചവൻ്റെ നിഅമത്ത് നിറച്ചെന്ന ആളാണ്. പിന്നെ വിഷമവും ദുഃഖവും മനുഷ്യനൊക്കെ ഉണ്ടാവും. പ്രയാസം, ബുദ്ധിമുട്ടും, കടലായും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യനുണ്ടാവുകയും വേണം. ഇന്ന് തരാൻ പറഞ്ഞാൽ നാളെ തരാൻ കഴിയൂല. ഒക്കെ എനിക്കുണ്ട്. എന്ത്? അത് മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്.
ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ ഇന്ന് തരാൻ കഴിയില്ല, നാളെ തരാൻ കഴിയില്ല. എൻ്റെ വയറ് കേട്ടിട്ട് ഞാൻ ആരെങ്കിലും ഞാൻ പൈസ കൊടുക്കാളും ഇങ്ങോട്ട് വരണ്ട, പൈസ ആയാൽ ഞങ്ങൾക്ക് വിളിക്കും. അങ്ങനെ എനിക്ക് കടം തന്ന എൻ്റെ ശിഷ്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന് ഉപ്പ് എനിക്ക് കടം തന്ന ശിഷ്യന്മാരുണ്ട്, ഗൾഫുകാരല്ലാത്തൊരു കടം തന്നതാണ്, കടം തന്നുണ്ട്. നീ വയറ് കേട്ടിട്ട് മുപ്പര് ഇങ്ങനെ ഇട്ട് വരണ്ട, എനിക്ക് പൈസ കിട്ടിയില്ല, കിട്ടിയാൽ ഞാൻ അറിയിക്കും. വിൽക്കാൻ ഭൂമി മുതലും വെള്ളം നിറച്ചിട്ടുണ്ട്. അതെന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ വെക്കും. പക്ഷെ വെറുതെ വെക്കൂല, മെലക്കനെ വെക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഞാൻ പറയും, വിഷമവും ദുഃഖവും കടവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്കുണ്ട്, ഒക്കെ അങ്ങൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിത് പൈസക്ക് വേണ്ടിയല്ല, അതിൻ്റെ ₹1 പറ്റണമെന്ന് വല്ലാഹിൽ അളീം എനിക്ക് ആഗ്രഹമില്ല. വല്ലാഹിൽ അളീം പുസ്തകം വിറ്റിട്ട് ₹1 ലാഭം പറ്റി എൻ്റെ കുട്ടികൾക്ക് ഷവർമ വാങ്ങി കൊടുക്കണം, വല്ലാഹിൽ അളീം എനിക്കാഗ്രഹമില്ല. ഒരു വിജ്ഞാനം ഉമ്മത്തിന് കിട്ടണം, അതിനാണ് അത് ചെയ്തത്. പൈസക്ക് വേണ്ടി പൈസ പിടിക്കുന്നത് ഇന്നും കടത്തുമക്കടാണ്. ഒരു ഗൾഫുകാരനായ മനുഷ്യൻ സഹായിച്ചതാണ്. പുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് അയാൾ ഇറക്കിയത്, അയാൾക്ക് കടം അങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ട് പുസ്തകം വിറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല? അതിന് ഭൂമി വിറ്റ് കടം വിട്ടേണ്ടി വരും, അല്ലെങ്കിൽ അള്ളാഹു നിഅമത്ത് വേറെ തരണം. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയണത് എന്തിനല്ല, പുസ്തകം വിൽക്കാനല്ല. പുസ്തകം വിറ്റിട്ട് മുതലാളിയാണെന്ന് എനിക്ക് ആഗ്രഹമല്ല. പുസ്തകം വിറ്റില്ലെങ്കിൽ ഒരു ചുക്കിന് കയറാൻ പോണില്ല. ഞാൻ എൻ്റെ ഭൂമി വിറ്റ് വിട്ടു. അതിനൊക്കെയുള്ള ഭൂമി എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒക്കെ എൻ്റെ വാപ്പ തന്ന മുതലുമാണ്. അവിടെ നിന്നല്ല പ്രശ്നം. ആ പുസ്തകം നിങ്ങൾ വായിക്കണം, ഞാൻ വെറുതെ തരൂല്ല. നിങ്ങൾ വില കൊടുത്ത് വായിക്കണം. നിങ്ങൾ വായിക്കണം, നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ വായിക്കണം. ബോധമില്ല വായിക്കും വേണ്ട, വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. അന്തല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടൂല. എന്തേ അങ്ങനത്തെ ചോദിച്ചിട്ടില്ലേ പുസ്തകം? നീ വായിച്ചിട്ടുണ്ടോ? നീ പറഞ്ഞ സത്യമാണോ? അല്ലേ? 100% സത്യമാണ്.